കുറിച്ച് നമ്മൾ വിശദമായിട്ട് പഠിക്കുന്ന शास्त्र शाखेയാണ് हमार्टियोलॉजी। और उस पाप के बारे में सीखने का एक विभाग है हमार्टियोलॉजी। അതിനെ ഞാൻ നമ്മള് പുതിയ നിയമത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ ഉപയോഗിച്ചിട്ടുള്ള 5 ഗ്രീക്ക് പദങ്ങളെ കുറിച്ചും അതിന്റെ സവിസ്തരമായിട്ട് ചില കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച പഠിക്കാനായിട്ട് ഇടയായി തീർന്നു। नए नियम में पाप शास्त्र के बारे में इस्तेमाल किए गए 5 यूनानी शब्दों के बारे में मैंने पिछली बार आपको बताया। ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ നോക്കിയത് ഹമാർട്ടിയ। सबसे पहला शब्द यूनानी शब्द है वो हमार्टिया, पाप के बारे में। ഈ വാക്കിന്റെ അർത്ഥം ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിക്കുക എന്നുള്ളതാണ്। हमार्टिया शब्द का मतलब है लक्ष्य से छूट जाना। ഞാനത് വിശദമായിട്ട് പറയണോ അതോ മുമ്പോട്ട് പോട്ടോ? കാരണം കഴിഞ്ഞ ആഴ്ച ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ നോട്ട്സ് തരുന്ന സമയത്ത് കുറച്ചുകൂടെ വിശദമായിട്ട് അതിനകത്ത് എഴുതാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഞാൻ ഇങ്ങനെ സ്ലോ ആയി കഴിഞ്ഞ പാസ്റ്റിനെ പഠിപ്പിക്കാൻ സമയം കിട്ടാതെ വരും। और हम इस प्रकार जल्दी ही आगे जाना चाहेंगे, ज्यादा हम अभी रुकना नहीं चाहेंगे। ഓക്കെ, ഹമാർട്ടി എന്ന വാക്കിന്റെ അർത്ഥം അതിന് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ ഇതാണ്, ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിക്കുക। हमार्टिया नामक शब्द का मतलब है लक्ष्य से चूक जाना। രണ്ടാമത്തേത് പാരാബേസിസ്। दूसरा शब्द है പാരാബേസിസ്। അത് അതിർത്തി ലംഘിക്കുക അല്ലെങ്കിൽ നിയന്ത്രണത്തിൽ നിന്ന് എന്താ പറഞ്ഞ നിയമം ലംഘിക്കുക എന്നുള്ളതാണ് ഈ വാക്കിന്റെ അർത്ഥം। उसका मतलब है किसी नियम का उल्लंघन करना, अपनी सीमा का उल्लंघन करना। മൂന്നാമത്തേത് നമ്മൾ നോക്കിയത് പരപ്റ്റോമ। और तीसरा हमने देखा परप्टोमा। തെന്നി വീഴുക അല്ലെങ്കിൽ വഴുതി വീഴുക അർത്ഥം നമ്മള് തെറ്റാണെന്ന് അറിയാതെ ചെന്നിട്ട് തെറ്റാണെന്ന് അറിയാതെ ചെന്ന് നമ്മൾ അതിൽ അകപ്പെടുന്നതിനെയാണ് പരപ്റ്റോമ എന്ന് പറയുന്നത്। परप्टोमा का मतलब है फिसलना, एकदम से गिर जाना। मतलब हमें पता नहीं था कि मैं गिर सकता हूं और अचानक से हम फिसल जाते हैं। പക്ഷെ എനിക്കത് വന്ന് ഒഴിവാകാമായിരുന്നു എന്നിട്ട് ഞാൻ അതിനകത്തിലേക്ക് വീഴുക, അതാണ് പരപ്റ്റോമ। लेकिन उसका मतलब ये भी है कि मैं उससे बच सकता था, फिर भी मैं वहां पहुंचा और गिर पड़ा। നാലാമത്തേതാണ് അനോമിയ। चौथा है अनोमिया। അത് മനഃപൂർവ്വം ചെയ്യുന്ന തെറ്റുകളെയാണ് അനോമിയ എന്ന് പറയുന്നത്। अनोमिया का मतलब है जानबूझकर गलतियां करना। എനിക്ക് 100% ഉറപ്പുണ്ട് അത് തെറ്റാണെന്ന് എന്നറിഞ്ഞിട്ടും ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിനുപയോഗിക്കുന്ന വേർഡാണ്, ഗ്രീക്ക് പദമാണ് അനോമിയ। 100% मुझे पता है वो गलत है और तो भी मैं उसे यदि करता हूं तो वो है अनोमिया। അഞ്ചാമത്തെ നമ്മൾ വാക്കിതാണ് ഒഫലേമ। और 5वां शब्द है ओफेलेमा। ചെയ്യേണ്ടത് ചെയ്യാതിരിക്കുക, ചെയ്യാൻ അറിഞ്ഞിട്ടും ചെയ്യണമെന്നറിഞ്ഞിട്ടും ഞാൻ ആ കാര്യം ചെയ്യാതിരിക്കുന്നെങ്കിൽ അതിന് പറയുന്നതാണ് ഒഫലേമ। जो काम मुझे करना है, मुझे पता है कि करना है, तो भी यदि नहीं करता हूं उसको कहते हैं ओफेलेमा। ഇത്രയും കാര്യങ്ങളാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ നോക്കിയത്। पिछले हफ्ते हमने इतनी बातें सीखी। നമുക്ക് ഇന്ന് അടുത്ത ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം। तो अगली क्लास में आज हम चलते हैं। നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പാപത്തിന്റെ പ്രവേശനത്തെ പറ്റിയാണ്, ഉത്ഭവത്തെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്। आज हम पाप की उत्पत्ति के बारे में, पाप की शुरुआत के बारे में देखने जा रहे हैं। എന്തെങ്കിലും പറയാൻ പറ്റുമോ? പാപം എവിടെയാണ് ആരംഭിച്ചത്, പാപത്തിന്റെ ഉത്ഭവം എവിടെയാണെന്ന്? कोई बता सकता है पाप कहाँ शुरू हुआ था, उत्पत्ति कहाँ हुई थी उसकी? स्वर्ग से। स्वर्ग से। ओके, അടുത്ത ആള് വേറെ ആരെങ്കിലും? और कोई उत्तर? ഏദനില്। ഓക്കെ, വേറെ ആൻസർ ഉണ്ടോ ഇനി? और कोई उत्तर? മനസ്സില്। मन में फिलिप चैन, सौरभ क्या बोल रहे हो? हवा से। ഓക്കെ, നിങ്ങളുടെ ആൻസർ ഒക്കെ കറക്റ്റ് ആണ്। उत्तर सारे सही हैं। എന്നാൽ ദൈവവചനം നമ്മൾ പഠിക്കുന്ന സമയത്ത് പാപത്തിന്റെ ഉത്ഭവത്തെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത്, तो जब हम परमेश्वर के वचन में पाप की उत्पत्ति के बारे में पढ़ते हैं, അതായത് ഭൂമിയിലെ പാപത്തെ പറ്റിയല്ല, പ്രപഞ്ചത്തിലെ യൂണിവേഴ്സിലെ പാപത്തെ പറ്റിയാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്, ആരംഭത്തെ കുറിച്ച്, പാപത്തിന്റെ ആരംഭത്തെ കുറിച്ച്। तो हम यहाँ पर पृथ्वी पे शुरू हुए पाप के बारे में नहीं करने जा रहे, पूरे ब्रह्मांड के अंदर, पूरे यूनिवर्स में पाप कहाँ शुरू हुआ उसके बारे में हम सीखने जा रहे हैं। അത് ആരംഭിച്ചത് ഒരു ദൂതനിൽ നിന്നാണ്। और वो पाप एक स्वर्गदूत से शुरू हुआ था। അത് ആരാണെന്ന് പറയാൻ പറ്റുമോ? और कोई बता सकता है उस स्वर्गदूत का नाम क्या है? लूसीफर। ആദ്യം പാപം ആരംഭിച്ചത് ലൂസിഫറിൽ നിന്നാണ്। सबसे पहले पाप लूसीफर से शुरू हुआ। ഈ ലൂസിഫർ ആരായിരുന്നു?
ये लूसीफर कौन था? ദൈവത്തിന്റെ ഒരു ദൂതനായിരുന്നു ലൂസിഫർ. परमेश्वर का एक स्वर्गदूत था ये. ഒന്ന് രണ്ട് ദൈവവചന ഭാഗം നമുക്ക് വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് ചിന്തിക്കാം. एक दो परमेश्वर के वचन के भागों को हम पढ़ने जा रहे हैं. ഈ ഹിന്ദിയിൽ വായിക്കാം. हम उसको हिंदी में हम पढ़ेंगे. कोई जल्दी से निकाल के पढ़ने में मदद करिएगा. യെഹെസ്കേൽ 28:11. ओके, यहेजकेल 28 का 11. 11 മുതൽ 11 से आगे की ओर पढ़ेंगे हम. यहेजकेल 28 का 11 से आगे. 11 से 17 वരെ. या 21 में लिया ऐसे. फिर यहोवा का ये वचन मेरे पास पहुंचा. मेरी आवाज सुनाई दे रही सबको? जी जी बिल्कुल. फिर यहोवा का ये वचन मेरे पास पहुंचा, हे मनुष्य के संतान, सोर के राजा के विषय में विलाप का गीत बनाकर उससे कहे, परमेश्वर यहोवा यूं कहता है, तू तो उत्तम से भी उत्तम है, तू बुद्धि से भरपूर और स्वर्ग सुंदर है, तू परमेश्वर की आदन नामक बारी में था, तेरे पास आभूषण मानिक पदराग हीरा फिरोजा सुलेमानी मणि यशब नीलमणि मरकत और लाल सब भांति के मणि और सोने के पहरावे थे। तेरे डफ और बांसुलियां तुझी में बनाई गई थी। जिस दिन तू सिरजा गया था उस दिन वे भी तैयार की गई थी। तू छाने वाला अभिषिक्त करूब था। मैंने तुझे ऐसा ठहराया कि तू परमेश्वर के पवित्र पर्वत पर रहता था। तू आग सरीखे चमकने वाले मणियों के बीच चलता फिरता था। जिस दिन से तू सिरजा गया और जिस दिन तक तुझ से में कुटिलता ना पाई गई, उस समय तक तू अपनी सारी चाल चलन में निर्दोष रहा, परंतु लेन देन की बहुतायत के कारण तू उपद्रव से भरकर पापी हो गया। इसी से मैंने तुझे अपवित्र जानकर परमेश्वर के पर्वत पर से उतारा, और हे छाने वाले करूब, मैंने तुझे आग सरीखे चमकने वाले मणियों के बीच से नष्ट किया है। सुंदरता के कारण तेरा मन फूल उठा था और वैभव के कारण तेरी बुद्धि बिगड़ गई थी। मैंने तुझे भूमि पर पटक दिया और राजाओं के सामने तुझे रखा कि वे तुझको देखें। तेरे अधर्म के कामों को काफी है. ഓക്കെ കാഫി, താങ്ക് യു. ഓക്കെ, ഈ വേദഭാഗത്തിൽ നിന്ന് നമുക്ക് ലൂസിഫറിനെ കുറിച്ച്, ലൂസിഫർ ആരായിരുന്നു എന്നൊരു ചുരുക്ക രൂപത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ये यहेजकेल 28 जो है वो हमें बताता है कि लूसीफर कौन था. ഈ ലൂസിഫർ ദൈവത്തിന്റെ ഒരു ദൂതനായിരുന്നു. लूसीफर परमेश्वर का स्वर्गदूत था. 12ാമത്തെ വാക്യത്തിൽ സോർ രാജാവിനെ കുറിച്ച് എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ലോകത്തിലെ ഭൂമിയിലെ ഒരു രാജാവിനെ കുറിച്ചല്ല, ലൂസിഫറിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. और यहाँ पे जब 12वें वचन के अंदर सोर के राजा के बारे में लिखा है, तो ये पृथ्वी पर किसी राजा की बात नहीं हो रही है. ഈ ലൂസിഫറിന്റെ വിശേഷതയാണ് മുന്നോട്ടുള്ള വാക്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. और आगे के वचनों में लूसीफर की विशेषताओं के बारे में लिखा गया है. നീ മാതൃകാ മുദ്രയാകുന്നു. और तू यहाँ पर एक उसके बारे में हम देखते हैं कि तू बुद्धि से नहीं उत्तम से भी उत्तम है. നീ ജ്ഞാന സമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. बुद्धि से भी भरा हुआ है, सर्वांग सुंदर है. ഒത്തിരി എനിക്ക് എക്സ്പ്ലനേഷൻ ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ശ്രദ്ധിച്ച വാക്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ज्यादा समय नहीं है वर्णन करने का, इसलिए बड़े ध्यान से एक एक शब्द को आप ध्यान से सुनिएगा. ഒന്ന്, അദ്ദേഹം മാതൃകാ മുദ്രയായിരുന്നു. एक, वो उत्तम से भी उत्तम था. ജ്ഞാന സമ്പൂർണനായിരുന്നു. बुद्धि से भरा हुआ था. സൗന്ദര്യ സമ്പൂർണനായിരുന്നു. और सुंदरता से भी भरा हुआ था. 13ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ, जब हम उसके 13वें पद में आते हैं, അവിടെ ചില കാര്യങ്ങൾ എഴുതിയിട്ടുള്ളത്, वहां पर भी कुछ बातें लिखी गई हैं. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദേനിലായിരുന്നു. तू अदन के परमेश्वर की बारी में था. ഇനി ആ ലൂസിഫറിന്റെ ശരീരത്തെ മൂടിയിരുന്ന വജ്രങ്ങളെ പറ്റി, രത്നങ്ങളെ പറ്റിയാ പറയാൻ പോകുന്നത്. ഏതൊക്കെ രത്നങ്ങളാ കൊണ്ടാണ് മൂടിയിരുന്നത്. और उसके बाद में स्वर्गदूत ने कौन कौन से हीरे मणि पहन रखे थे उसके बारे में लिखा गया. पहने नहीं है, जड़े हुए थे उसमें. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. और वहां पे लिखा हुआ है कि मणिक है, पद्य राग है, हीरा है, फिरोजा, सुलेमानी मणि, यशब, नीलमणि, मरकद और लाल, ये सब से जड़ा हुआ था वो. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും
കുടകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. और जब तुझे बनाया गया तो सोने से तेरे अंदर डफ और बांसुलियां बनाई गई. ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിനകത്ത് ആ പിക്ചർ തെളിഞ്ഞു വരണം. जब हम ये पढ़ते हैं तो हमारे मन में वो तस्वीर आनी चाहिए. 14 നീ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബാകുന്നു. 14 में लिखा हुआ है कि तू छाने वाले पंखों का एक करूब है. നിന്നെ വിശുദ്ധ ദൈവ പർവ്വതത്തിലാണ് ഇരുത്തിയിരുന്നത്. और तुझे पवित्र पर्वत पर रखा गया था. അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. आग समान चमकने वाले रथों में तू रहता था. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. और जब से तू सृजा गया तब से जब तक तुझ में कुटिलता नहीं दिखी तू उस समय तक निर्दोष था. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അദ്ധൻ ഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. लेन देन की बहुतायत की वजह से तेरे अंदर उपद्रव भर गया. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെണ്ണി ദൈവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. और इसीलिए मैंने तुझे अपवित्र जानकर परमेश्वर के पवित्र पर्वत से उतार दिया. 17 നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. और 17वें पद में लिखा है कि सुंदरता के कारण तेरा मन फूल उठा. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. वैभव के कारण तेरी बुद्धि बिगड़ गई. ഞാൻ നിന്നെ നിലത്ത് തള്ളിയിട്ടു രാജാക്കന്മാർ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ട് കളഞ്ഞു. मैंने तुझे भूमि पर पटक दिया, राजाओं के सामने तुझे पटका कि वे तुझे देखें. ഇത് നമ്മൾ വായിക്കുന്ന സമയത്ത് ലൂസിഫറിനെ പറ്റിയുള്ള ഒരു പിക്ചർ നമ്മുടെ മനസ്സിനകത്ത് തെളിഞ്ഞു കാണുമെന്ന് ഞാൻ ചിന്തിക്കുക. मैं विश्वास करता हूं कि जब हमने ये पढ़ा है तो लूसीफर की असली तस्वीर हमारे मन में आ गई होगी. ദൈവത്തിന്റെ ഒരു കെരൂബായിട്ട് ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ ഏറ്റവും ശ്രേഷ്ഠകരമായ ഒരു ദൂതനായിരുന്നു, ശ്രേഷ്ഠനായ ദൂതനായിരുന്നു ലൂസിഫർ എന്ന് പറയുന്നത്. लूसीफर के बारे में देखते हैं तो परमेश्वर के द्वारा बनाया गया, सिरजा गया एक बहुत ही श्रेष्ठ करूब था ये लूसीफर. ജ്ഞാനപൂർണനും സൗന്ദര്യമുള്ളവനുമായിരുന്നു. बुद्धि से भरा हुआ था, सुंदरता से भरा हुआ था. അനേകമായിരിക്കുന്ന രത്നങ്ങൾ കൊണ്ടും വീഡിയോ ഓഫ് ആക്കിയതല്ലെങ്കിൽ नहीं ठीक ओके. വജ്രങ്ങൾ കൊണ്ടും തന്നെ മൂടപ്പെട്ടിരുന്നു. कई प्रकार के हीरों से, मणियों से उसे जड़ रखा था. അവൻ പറയുന്ന ചിറക് വിടർത്തുന്ന സമയത്ത് അവൻ എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഒരുമിച്ച് ശബ്ദം ഉണ്ടാക്കുന്നത് പോലുള്ള മനോഹരമായ ശബ്ദം തന്റെ ചിറകിൽ നിന്ന് വരുമായിരുന്നു. और इस प्रकार कहा गया है कि जब अपने पंखों को फैलाता था तो उसमें से 7 सप्त तरंगों की वाद्य तंत्रों की आवाज उसमें से निकलती थी. ദൈവം അവൻ ഇരുത്തിയിരുന്നത് വിശുദ്ധ ദേവപർവ്വതം, അതായത് രണ്ടാം സ്വർഗത്തിലാണ് ഇരുത്തിയിരുന്നത്. और परमेश्वर ने भी उसे पवित्र पर्वत पर अर्थात दूसरे स्वर्ग में उसको स्थान दे रखा था. അത്രയും ശ്രേഷ്ഠമായ പദവികളും അധികാരങ്ങളും കഴിവുകളും ജ്ഞാനവും സൗന്ദര്യവും കൊണ്ട് നിറയപ്പെട്ട ഒരു ദൂതനായിരുന്നു ഈ ലൂസിഫർ എന്ന് പറയുന്നത്. इतनी सारी कौशलता से, बुद्धि से, ज्ञान से, सुंदरता से, वैभव से भरा हुआ था ये स्वर्गदूत. ഇവിടെ എടുത്തൊരു കാര്യം പറയുന്നുണ്ട്, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടില്ല, നീ വീഴപ്പെടുന്നത് വരെ. അതുവരെ നന്നായിട്ട് ദൈവം ഏൽപ്പിച്ച പ്രവൃത്തികൾ ചെയ്യുന്ന ഒരു നല്ല ദൂതനായിരുന്നു. और वचन यहाँ पे विशेष कहता है कि जब से तुझे बनाया था वहां से लेकर कुटिलता का काम आने तक तू बिल्कुल निर्दोष रहा. ഇനി നമുക്ക് നോക്കാം എന്താണ് ഈ ലൂസിഫറിന് സംഭവിച്ചത്. अब हम देखेंगे कि इस लूसीफर के साथ हुआ क्या. യശയ്യാ പ്രവചനം यशायाह की किताब में चलेंगे. 14 അധ്യായത്തിലേക്ക് നമുക്ക് വരാം. 14वें अध्याय में हम चलते हैं. 12 മുതൽ 15 വരെ 12 से लेकर 15 तक के वचन. യശയ്യാ പ്രവചനം 14 അധ്യായം അതിന്റെ 12 മുതൽ 15 വരെയുള്ള വാക്യം. यशायाह 14 का 12 से 15. हे भोर के तारे, हे उषाकाल के पुत्र, तू आकाश से कैसे नीचे गिरा? तू जिसने जाति जाति को निर्बल बना दिया, अब कैसे काट कर भूमि पर गिरा दिया गया है। परंतु तूने अपने मन में कहा था, मैं आकाश पर चढ़ूंगा, मैं परमेश्वर के तारों से भी ऊपर अपना सिंहासन स्थापित करूंगा, मैं दूर उत्तर दिशा के छोर पर सभा के पर्वत पर विराजूंगा, मैं बादलों से भी ऊंचा स्थान पर चढ़ूंगा, मैं सर्वोच्च परमेश्वर के तुल्य बनूंगा। फिर भी तू अधोलोक में, हाँ, उस गड्ढे की सतह पर उतारा जाएगा. ഓക്കെ,
നമുക്കിവിടെ കാണാൻ കഴിയുന്നു ലൂസിഫറിന് എന്താണ് സംഭവിച്ചതെന്ന്. यहाँ देख सकते हैं कि लूसीफर के साथ हुआ क्या. തുടക്കത്തിൽ നാം ശ്രദ്ധിച്ചു ലൂസിഫറിന് ദൈവം കൊടുത്തിരുന്ന പദവികളെ പറ്റി, അധികാരങ്ങളെ പറ്റി, ശ്രേഷ്ഠതയെ പറ്റി നമുക്ക് കാണാനായിട്ട് സാധിച്ചു. हमने यहेजकेल में उसको मिली गई सारी आमेन सुंदरता के बारे में, वैभव के बारे में, उसकी खासियतों के बारे में हमने देखा. ഒരിക്കൽ ഈ ദൂതൻ ഈ ലൂസിഫറിന് അവൻ തന്റെ ഹൃദയത്തിനകത്തേക്ക് ഒരു ചിന്ത കടന്നു വന്നു. और इस स्वर्गदूत में लूसीफर में एक दिन एक विचार आया. അവൻ 13ാമത്തെ വാക്യത്തിൽ ഇത് കാണാൻ കഴിയുന്നു. और 13वें पद में हम उस विचार को देख सकते हैं. ഹൃദയത്തിൽ കടന്നു വന്ന ചിന്ത എന്താണ്? उसके दिल में कौन सा विचार आया ഞാൻ था? സ്വർഗത്തിൽ കയറും, मैं स्वर्ग पर चढ़ूं, സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. अपना सिंहासन परमेश्वर के तारों के बीच, नक्षत्रों के बीच रखूंगा. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. और उत्तर दिशा के उस छोर के सभा पर्वत पर मैं विराजूंगा. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. मेघों के भी ऊपर ऊंचे स्थानों पे चढ़ जाऊंगा. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. मैं परम प्रधान के तुल्य हो जाऊंगा, ये उसके मन में आया. ആമേൻ. ദൈവത്തെക്കാൾ അത്യുന്നതനായ ദൈവത്തിനോട് സമനാകുവാനുള്ള ഒരു ആഗ്രഹം, തന്റെ സിംഹാസനം ദൈവത്തിന്റെ സിംഹാസനത്തിന് സമമാക്കുവാനുള്ള ഒരു ചിന്ത, ഒരാഗ്രഹം ആരുടെ മനസ്സിൽ വന്നു? ലൂസിഫറിന്റെ മനസ്സിൽ ഉദിക്കുവാനായിട്ട് ഇടയായി. परमेश्वर के समान बनने की, परमेश्वर जहां पे था वहां तक चढ़ने की एक इच्छा इस लूसीफर के अंदर उत्पन्न हुई. ഹൃദയത്തിൽ വന്നതേ ഉള്ളൂ, ചെയ്തില്ല, പ്രവർത്തിച്ചില്ല. उसने ऐसा किया नहीं था, मन में आया ही था. അമൻ ഇത് അമൻ ദൈവത്തിന് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ദൈവം അവനെ വെട്ടേറ്റ് നിലത്തിടുവാനായിട്ട് ഇടയായി. और जैसे ही परमेश्वर को इसका पता चला, परमेश्वर ने उसे काट कर नीचे गिरा दिया. അമൻ അങ്ങനെയാണ് പാപം, ആദ്യത്തെ പാപം ഈ അമൻ ഭൂലോകത്തിലേക്ക് ഉത്ഭവിക്കാനായിട്ട് और ഇടയായി. इस प्रकार पूरे ब्रह्मांड में पाप उत्पन्न होता है और वो पृथ्वी पर आता है. അമൻ ഈ ദൂതൻ വെട്ടേറ്റ് ലൂസിഫർ നിലത്ത് വീഴുന്ന സമയത്ത് തന്നെ അവൻ കുറച്ച് ദൂതന്മാരെയും കൂടെ, കോടാനുകോടി ദൂതന്മാർ ദൈവത്തിനുണ്ട്, അതിലൊരു 1/3 ഭാഗം ദൂതന്മാരെയും കൂടെ തന്റെ അവൻ അധികാരത്തിന് കീഴിൽ അല്ലെങ്കിൽ താൻ വശീകരിച്ച് തന്റെ ഒപ്പം നിർത്തുവാനിടയായി തീർന്നു. ആ ദൂതന്മാരും അവൻ ഈ ലൂസിഫറിന്റെ ഒപ്പം വെട്ടേറ്റ് താഴേക്ക് വീഴുവാനിടയായി തീർന്നു. ये करोड़ों करोड़ों स्वर्गदूत हुआ करते हैं परमेश्वर के पास, वहां पर स्वर्ग में. उनमें से कुछ लोगों को इसने अपने वश में किया, अपने प्रभाव में लेकर आया. वो सब भी इसी लूसीफर के साथ में जब वो गिराया गया तो नीचे गिरा दिए गए. ഇവിടെ ലൂസിഫറിനെ ആരെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ അല്ലെങ്കിൽ പ്രലോഭിപ്പിക്കുകയോ അല്ല ചെയ്തത്. यहाँ पे एक बात सुनिएगा, किसी ने भी इस लूसीफर को लालच नहीं दिया था, विवश नहीं किया था. സ്വയം പാപം ചെയ്യുകയാണ് ഉണ്ടായത്. वो उसने खुद पाप किया. അങ്ങനെ അവൻ പാപിയും, ആമേൻ സ്തോത്രം. നമ്മൾ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പറയും അവൻ ഭോഷ്കിന്റെ അപ്പനുമാകുന്നു എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. हम वचन में हम देखते हैं कि जो शैतान है वो झूठा है, झूठों का पिता है. ആമേൻ. അങ്ങനെയാണ് പാപത്തിന്റെ ഉത്ഭവം ഈ ലോകത്തിലേക്ക് കടക്കുവാനായിട്ട് ഇടയായി. इस प्रकार संसार में पाप की शुरुआत होती है. ഈ ഭാഗം ആമേൻ മനസ്സിലായെന്ന് ഞാൻ ചിന്തിക്കുന്നു. मैं विश्वास करती हूँ कि आपको इतना समझ में आ गया होगा. ഇനി പാപത്തിന്റെ ഉത്ഭവം എവിടെയാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ലൂസിഫറിലാണ് നാം തുടങ്ങേണ്ടത്. तो यदि कोई हमसे पूछे कि पाप कहाँ शुरू हुआ था, तो उत्तर होना चाहिए लूसीफर से. അന്ന് വെട്ടേറ്റ് താഴെ വീണ ലൂസിഫർ, ആമേൻ സ്തോത്രം, മാനവജാതി ദൈവത്തിന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട സകല മാനവജാതിയും സകലത്തെയും തന്നിലേക്ക് വശീകരിച്ച് പാപത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള ഒരു പ്രവണത അല്ലെങ്കിൽ ഒരു ത്വര അവൻ ഈ ലൂസിഫറിനകത്തേക്ക് വരുവാനായിട്ട് ഇടയായി തീർന്നു. जब से ये लूसीफर नीचे गिरा दिया गया, तब से इसके मन में हमेशा यही रहता था कि कुछ और को मैं अपने वश में कर अपने प्रभाव में लाकर मैं इन सब को भी मेरी तरह बनवा दूं, मेरे पीछे चलने वाले बनवा दूं. അവൻ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, അവന്റെ വീഴ്ചയുടെ പ്രധാന കാരണം നിഗളമായിരുന്നു. और एक और मैं बात बीच में बताती हूँ, उसकी गिरावट के, उसके पतन का मुख्य कारण घमंड था. അവൻ ദൈവത്തിന്റെ വചനം നമ്മോട് പറയുന്നു, അവൻ ഹല്ലേലൂയ താഴ്മയുള്ളവരുടെ ഹൃദയങ്ങളെ ദൈവം എന്തു ചെയ്തു? ഗർവികളെ അവൻ ബാക്കി ഞാൻ ഓർക്കുന്നില്ല. അവൻ നിഗളിക്കുന്നവരെ ദൈവം എപ്പോഴും ദൈവം വെറുക്കുന്ന ഒരു സ്വഭാവമാണ് നിഗളം എന്ന് പറയുന്നത്. और घमंड एक ऐसा स्वभाव है जिसके अंदर ये होता है, उनसे परमेश्वर नफरत करता है.
ദൈവം നമുക്ക് തന്നിരിക്കുന്ന കഴിവുകൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഗുണങ്ങൾ, ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശ്രേഷ്ഠതകൾ എന്ത് തന്നാലും അത് സ്തോത്രത്തോടെ താഴ്മയോടെ ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നമ്മൾ എപ്പോഴും ആയിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. परमेश्वर ने जो भी हमें दिया है, जो भी विशेषताएं खूबियां हमारे अंदर है, उन सब के मामलों में हमें हमेशा विनम्र रहकर, नम्रता के साथ प्रभु के सामने उपस्थित रहना है। ഒരുപക്ഷെ ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ നാം ഉപയോഗിക്കുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ നമ്മുടെ ചിന്തയിൽ പോലും ആമേൻ എന്നെ കൊണ്ട് കഴിയും, ഞാൻ ആകുന്നു, എനിക്ക് എന്നാലാകും എന്നൊരു ചിന്തയെങ്കിൽ നമ്മുടെ മനസ്സിനകത്ത് വരുന്ന സമയത്ത് ആമേൻ നാം താഴ്മയോടെ അത് കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. और यदि जब हम ये सब करते हैं, जब खूबियां हमारी निखरने लग जाती हैं, तो कहीं न कहीं जब मन में आता है कि हाँ मेरे से हो रहा है, मैं कर रहा हूं, मैं कर सकता हूं, तो वहां पर हमें खुद को नम्र करने की, नीचे होने की आवश्यकता है। ഇന്ന് ദൈവത്തിന് വേണ്ടി ശക്തിയോടെ ശോഭിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രിയപ്പെട്ടവരുടെയും വീഴ്ചയുടെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് നിഗളമാണ്. आज परमेश्वर के लिए कभी बड़े ही अच्छे तरीके से इस्तेमाल होने वालों के पतन के पीछे, गिरने के पीछे का एक मुख्य कारण घमंड है. തുടക്കം വളരെ അമൻ സ്തോത്രം വളരെ ലളിതമായ രീതിയിൽ തുടങ്ങി ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ തുടങ്ങുമ്പോൾ, ദൈവത്തിന്റെ കരങ്ങളിൽ ശക്തമായി പ്രയോജനപ്പെടുവാൻ കഴിയുമ്പോൾ പിശാച് ഈ ആയുധം പലരിൽ ഉപയോഗിച്ചിട്ട് അവരെ നിഗളം അവർ അകത്തേക്ക് കടന്നു വന്ന് പലപ്പോഴും വലിയ വീഴ്ചയിലേക്ക് അമൻ അവരൊക്കെ പോകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. हम उन्होंने बड़े ही अच्छी नम्रता के साथ में छोटी शुरुआत करी होगी, लेकिन जैसे जैसे परमेश्वर उनको वरदान देता है, इनकी खूबियां बढ़ती चली जाती हैं, और इन सब खूबियों के द्वारा जब इनका प्रभाव जो बढ़ता चला जाता है, तो वहां पर इसी घमंड नामक चीज का इस्तेमाल करके शैतान उन्हें हमेशा गिराने की कोशिश करता है. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, രാത്രികാലം നമുക്ക് നമ്മോട് തന്നെ ഒന്ന് പറയാം, കർത്താവേ എനിക്ക് തന്നിരിക്കുന്ന യോഗ്യതകൾ, കഴിവുകൾ അതെന്താണെങ്കിലും ഒരിക്കൽ പോലും ആമേൻ സ്തോത്രം എന്റെ ഹൃദയത്തിനകത്തേക്ക് അതിനെക്കുറിച്ചൊരു നിഗളമോ ഉന്നത ഭാവമോ അങ്ങനെയുള്ളൊരു ചിന്ത പോലും എന്റെ മനസ്സിനകത്ത് വരുവാൻ അനുവദിക്കാതെ വണ്ണം വളരെ താഴ്മയോടെ അത് ദൈവനാമത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള കൃപ തരണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. इसलिए हमें हमेशा ये प्रार्थना करनी है, परमेश्वर मुझे चाहे कोई भी विशेषता खूबियां क्यों ना आ जाए, कैसे भी मैं इस्तेमाल हो रहा हो, तो मैं हमेशा मुझे एक ऐसा मन दे, मैं नम्र रहूं, विनम्र बना रहूं, और उसके लिए आपकी महिमा के लिए उसका इस्तेमाल मैं कर सकूं. ദൈവം ഒട്ടും ഇഷ്ടപ്പെടുന്ന കാര്യമാണ് അവൻ പാപം എന്ന് പറയുന്നത്. परमेश्वर पाप को कभी भी पसंद नहीं करता. ആമേൻ സ്തോത്രം. ലൂസിഫറിന്റെ നിഗളത്തോടുകൂടി പാപം ലോകത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഇടയായിത്തീർന്നു, ഉത്ഭവിപ്പാനായിട്ട് ഇടയായിത്തീർന്നു. लूसीफर के घमंड की वजह से वह पाप दुनिया के अंदर आता है. നിങ്ങളുടെ ക്യാമറ ഇവിടെ വളരെ പ്രശ്നമുണ്ട്, അത് ഓഫ് ആക്കിയതല്ലെങ്കിൽ. ഓക്കെ, സ്തോത്രം. അപ്പോൾ മനുഷ്യന്റെ ഉൽപ്പത്തിക്ക് മുന്നേ തന്നെ പാപം ലോകത്തിൽ ആരംഭിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. तो इससे एक बात हमें ये समझ में आती है कि मनुष्य की उत्पत्ति से पहले ही पाप उत्पन्न हो चुका था. इतिहास पास्टर जी आवाज नहीं आ रही आपकी. कुछ निर्देश उन्हें എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചുണ്ടാക്കിയത്? परमेश्वर ने मनुष्य को क्यों बनाया? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? कोई बता सकता है मनुष्य को बनाने के पीछे मकसद क्या था परमेश्वर का? ദൈവത്തെ ആരാധിക്കാൻ. ദൈവത്തെ അവിടെ പറഞ്ഞിരിക്കുന്ന ആ വാക്യം ഓർമ്മയുണ്ടോ? വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം അതിന്റെ 15-ാമത്തെ വാക്യം. 2:15 उत्पत्ति 2:15 पढ़िएगा. तब यहोवा परमेश्वर ने आदम को लेकर अदन की वाटिका में रख दिया कि वो उसमें काम करे और उसकी रक्षा करे. ആമേൻ. ഇതാണ് ഉത്തരം.
ये है उस सवाल का जवाब। ദൈവം മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ കൂട്ടിക്കൊണ്ടുപോയി വേല ചെയ്യുവാനും അതിനെ കാക്കുവാനും വേണ്ടിയിട്ടാണ് ദൈവം അവനെ ഏദൻ തോട്ടത്തിലാക്കിയത്. परमेश्वर ने अदन की वाटिका में काम करने और उसकी रक्षा करने के लिए बनाकर रखा था। അവൻ പലരും പറയാറുണ്ട് ശാപം, അതായത് ദൈവം പാപം ചെയ്ത ശേഷം ദൈവം ശപിച്ചിട്ടാണ് വേല ചെയ്യാനായിട്ട് അവർ തുടങ്ങിയെന്ന് ചിലരൊക്കെ പഠിപ്പിക്കാറുണ്ട്. कई लोग इस प्रकार सिखाने की कोशिश करते हैं, सिखाते हैं कि परमेश्वर ने क्योंकि जो मनुष्य शापित हो चुका है, वो गिर चुका है, इसलिए काम शुरू हुआ था. അല്ല, അതിനു മുമ്പേ തന്നെ വേല ചെയ്യുവാൻ, അധ്വാനിക്കുവാൻ വേണ്ടി ദൈവം നിയോഗം കൊടുത്തിരുന്നു. ये एक गलत विचार है. काम करने की जो जिम्मेदारी थी वो परमेश्वर ने उनके गिरने से पहले ही, पतन से पहले ही उनको दे दी थी. പക്ഷെ വിയർപ്പോടുകൂടി അവൻ വേദനയോടുകൂടി കഠിനാധ്വാനം ചെയ്തത് പാപം ചെയ്ത ശേഷമാണ്. लेकिन काम के अंदर मेहनत, पसीना उनके पाप में गिरने के बाद पैदा हुआ था. അവൻ ഇവിടെ തോട്ടത്തെ കാക്കുവാനും വേല ചെയ്യാനും വേണ്ടി ആദമിനെ ഹവ്വയും ദൈവം അവിടെ തോട്ടത്തിലാക്കി. उस बाग को, वाटिका को सुरक्षित रखने के लिए और उसमें काम करने के लिए अदन की वाटिका में आदम और हव्वा को रखा. അതിനുശേഷം അവിടെ പറയുന്നുണ്ട് തോട്ടത്തിലെ സകല വൃക്ഷങ്ങളുടെയും ഫലം നിങ്ങൾക്ക് തിന്നാം. उसके बाद में लिखा है कि इस वाटिका के सारे वृक्षों के फल आप खा सकते हैं, പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട്. लेकिन एक शर्त है. നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം നിങ്ങൾ തിന്നരുത്. भलाई और बुराई के ज्ञान के वृक्ष के फल को मत खाना. തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. जिस दिन तुम खाओगे मर जाओगे. ആമേൻ. ഇതായിരുന്നു ദൈവം കൊടുത്ത വ്യവസ്ഥ. ये थी परमेश्वर की शर्त. പക്ഷേ അവൻ ദൈവം സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യൻ ദൈവത്തിന്റെ വാക്ക് അനുസരിക്കാതെ അവൻ പിശാചിന്റെ വാക്കിനാൽ വശീകരിക്കപ്പെട്ട് പാപം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നു. लेकिन परमेश्वर के रूप में बनाया गया मनुष्य, उसने परमेश्वर की बात मानने की बजाय शैतान की बात मानी और वहां पर वो गिर पड़ता है. റോമാലേഖനം 5-12 വാക്യത്തിലേക്ക് നമുക്ക് വരാം. रोमियो 5:12 में हम आते हैं. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാമോ? आप पढ़ सकते हैं कोई? रोमियो 5:12. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും एक मनुष्य के द्वारा पाप, പാപത്താൽ മരണവും पाप के द्वारा मृत्यु ലോകത്തിൽ കടന്നു. इस संसार में आई. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ और क्योंकि सबने पाप किया है, മരണം സകല മനുഷ്യരിലും പരന്നിരിക്കുന്നു. उसके द्वारा मृत्यु सब मनुष्यों में फैल गई. പാപത്തിന്റെ അതായത് മനുഷ്യരിലേക്കുള്ള പാപപ്രവേശനത്തെ പറ്റി നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാൻ കഴിയുമെങ്കിൽ, यदि हम इस संसार में, इस ब्रह्मांड में पाप के प्रवेश को अदन की वाटिका में, हम उत्पत्ति की किताब में जब हम देखते हैं, അവൻ ഉപദേശപരമായിരിക്കുന്ന അവൻ കാര്യത്തെ പറ്റി റോമാലേഖനം 5:12 നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കുന്നു. लेकिन उसके द्वारा दिए गए उपदेश को या निर्देश को हम रोमियो की पत्री में देख सकते हैं. ആമേൻ. ഇനി നമുക്ക് നോക്കാം ആരാണ് പാപം ചെയ്തത്. अब हम देखेंगे कि पाप किसने किया. ഈ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ് ഞാൻ കൂടുതലായിട്ട് അതിലേക്ക് പോകാതിരിക്കുന്നത്. ये बातें सब बिल्कुल अच्छे से आपको पता है, इसलिए मैं ज्यादा इसके वर्णन में नहीं जा रही. നമ്മള് സൺഡേ സ്കൂളൊക്കെ പഠിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന ഭാഗങ്ങളാണ്. നമ്മൾ ഒത്തിരിയും കേൾക്കുകയും പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ടാണ് കൂടുതൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാതിരിക്കുന്നത്. मैं ज्यादा वर्णन इसलिए नहीं कर रही क्योंकि हम संडे स्कूल में से इसके समय से ही इसके बारे में सीखते आए हैं और शुरुआत में ही ये सब हमें सिखाया जाता है. പറയാമോ ആരാണ് ആദ്യം പാപം ചെയ്തത്? कोई बता सकता है कि सबसे पहले पाप किसने किया? जी, ഉത്തരം പറഞ്ഞു ആരെങ്കിലും? आप कुछ बोल रहे हैं? कैन ने किया, कैन ने। कईन ने किया. कैन ने Okay. पाप किया. ओके. और कोई? हव्वा ने हव्वा ने? हाँ? माता ഓക്കെ 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 ഓക്കെ. ഹവ്വയാണ് ആദ്യം പാപം ചെയ്തത്. हव्वा ने पहले पाप किया. കഴിഞ്ഞ ആഴ്ച നമ്മളെ പറ്റി ചെറിയ രീതിയിൽ അത് ചിന്തിച്ചിരുന്നു. पिछली बार हमने इसके बारे में थोड़ा बहुत सोचा था. ഈ തോട്ടത്തിൽ അനേക വൃക്ഷങ്ങൾ, അമൻ സ്തോത്രം, കാണുവാൻ ഭംഗിയുള്ളതും രുചികരമായിരുന്ന അനേകം വൃക്ഷഫലങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിക്കുവാനുള്ള അനുവാദം ദൈവം കൊടുത്തിരുന്നു. और उस वाटिका के अंदर बहुत सारे फल, बहुत प्रकार के वृक्ष और फल थे. उन सबको खाने की अनुमति उन्हें परमेश्वर ने दी थी. കറക്റ്റ് ആ വേർഡ് തന്നെയാണ് അവിടെ എഴുതിയിരുന്നത്. അവിടെയുള്ള എല്ലാ വൃക്ഷഫലങ്ങളും കാണുവാൻ ഭംഗിയുള്ളതും കഴിക്കുവാൻ രുചികരവുമായിരുന്നു എന്നാണ് ഉൽപ്പത്തി
ഉൽപ്പത്തി പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. और उत्पत्ति में लिखा हुआ है कि वहां पे लगाए गए सभी वृक्ष उसके फल वो खा सकते थे, खाने के लिए अच्छे, स्वादिष्ट और दिखने में भी अच्छे थे. എന്നാൽ നന്മ തിന്മകളുടെ അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് ദൈവം അവൻ കൽപ്പിച്ചിരുന്നു. लेकिन परमेश्वर ने ये भी आज्ञा दे रखी थी कि भलाई और बुराई के वृक्ष के फल को मत खाना. 3-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ പാപം പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. तीसरे अध्याय में हम पाप के प्रवेश के बारे में देख सकते हैं. അവൻ ഹവ്വയാണ് നമ്മൾ ചിന്തിച്ചതുപോലെ ആദ്യം പാപം ചെയ്യുന്നത്. और जैसा आप में से कईयों ने कहा, हव्वा ने पहले पाप किया. അവൻ സാത്താൻ അവൻ പ്രവേശിക്കുകയാണ് ഏദൻ തോട്ടത്തിലേക്ക്. शैतान अदन की वाटिका में आता है. വന്നിട്ട് ആദ്യം ഒരു ചോദ്യം ചോദിക്കുകയാണ് ഹവ്വയോട്. आते ही हव्वा से एक सवाल पूछता है. ആ സമയത്ത് ആദം അവിടെ ഇല്ല. उस समय आदम वहां नहीं है. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ഒരു ദിവസം കൊണ്ട് പെട്ടെന്നൊന്നും തോന്നിയ ഒരു ചിന്ത ആയിരിക്കത്തില്ല ഹവ്വയുടെ മനസ്സിൽ ഇത്. और मैंने जैसे पिछली बार आपको बताया, एक ही दिन में अचानक हव्वा में ये विचार पैदा नहीं हुआ था. ഒരു പക്ഷേ ഈ നന്മതിന്മകളുടെ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുതെന്ന് ഒന്ന് പറഞ്ഞ സമയം മുതൽ ഒരു ചിന്ത മനസ്സിനകത്ത് കടന്നു വന്നിരിക്കാം. जब से उसने ये सुना कि इस फल को नहीं खाना है, तो इसके बारे में विचार इसके मन में जरूर घूमता रहा होगा. ഇന്ന് നമ്മുടെ മനസ്സിനകത്ത് ചിന്ത വരാറുണ്ട്, ഒരു കാര്യം ചെയ്യരുത് അല്ലെ ചെയ്യണം എന്ന് പറഞ്ഞ് അതിനെപ്പറ്റി ചിന്തിക്കാനായിട്ട് തുടങ്ങും. हम भी जब हमको कोई काम करने या नहीं करने के बारे में बताया जाता है, तो उसी के बारे में एक सोच अंदर घूमती रहती है. ഇതെന്റെ ഭാവനയാണ് കേട്ടോ. ये मेरी कल्पना है. തീർച്ചയായിട്ടും അങ്ങനെ ചിന്തിച്ച് നടന്ന ഹവ്വായുടെ മനസ്സിലേക്ക് ആ വൃക്ഷത്തിന്റെ അടുക്കലേക്ക് കടന്നു പോകുവാൻ, അതിനെ നോക്കുവാൻ, അതിനെപ്പറ്റി ചിന്തിക്കുവാനുള്ള കൂടുതൽ താല്പര്യം കടന്നു വന്നിരിക്കാം. इसी सोच के साथ जब वो इस वृक्ष के पास में जाती है, तो और ज्यादा इसके बारे में विचार इसके अंदर पैदा होने लगता है. അവൻ അങ്ങനെയാണ് പിശാച് ഹവ്വായുടെ അടുക്കലേക്ക് കടന്നു വരികയാണ്. और ये इस पृष्ठभूमि में हव्वा उसके पास में शैतान हव्वा के पास में आता है. ആ സമയത്ത് അവിടെ ഇല്ല. और उस समय आदम वहां पर नहीं था. അവൻ ഒരു ചോദ്യവും ചോദിച്ചിട്ടാണ് പിശാച് അവൻ സംഭാഷണം ആരംഭിക്കുന്നത്. और एक सवाल पूछकर शैतान अपनी बातचीत शुरू करता है. ഒരു സൗഹൃദ സംഭാഷണം, एक दोस्ताना बातचीत. എപ്പോഴും പിശാചിന്റെ പ്രവേശനം അങ്ങനെയാണ്. शैतान हमेशा ऐसे ही प्रवेश करता है. അവൻ നമ്മുടെ അടുക്കലേക്ക് നമ്മളിലേക്ക് പാപം കടന്നു വരുമ്പോൾ പിശാചിന്റെ പിശാച് പ്രവർത്തിക്കുമ്പോൾ ഒരിക്കലും നമുക്ക് ഡൗട്ട് തോന്നാത്ത വിധത്തിലായിരിക്കും പലപ്പോഴും പിശാചിന്റെ പ്രവൃത്തി. जब शैतान कोई काम करता है, तो ऐसे प्रवेश करता है कि हमको बिल्कुल भी लगता भी नहीं कि कुछ गलत होने जा रहा है. തോട്ടത്തിലെ യാതൊരു വൃക്ഷത്തിന്റെ ഫലവും നിങ്ങൾ തിന്നരുതെന്ന് ദൈവം വാസ്തവമായി കൽപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. परमेश्वर से आकर हव्वा से आकर उसने ये सवाल पूछा कि क्या वास्तव में परमेश्वर ने तुझे फल नहीं खाने को बोला है. 3-ാം അധ്യായം 1-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്. तीसरे अध्याय के पहले पद में हम देख सकते हैं. അപ്പൊ സ്ത്രീ പാമ്പിനോട് പറയുകയാണ്, और ये स्त्री सांप से कहती है, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ ഫലം ഞങ്ങൾക്ക് തിന്നാം, वाटिका के वृक्ष के फल तो हम खा सकते हैं, എന്നാൽ നിങ്ങൾ മരിക്കാതിരിക്കേണ്ടതിന് लेकिन मरने से बचने के लिए തോട്ടത്തിന് നടുവിലുള്ള വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, തൊടുകയും അരുത് എന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. परमेश्वर ने ये कहा है कि तुम इस भले और बुरे के ज्ञान के वृक्ष के फल को मत खाना, छूना भी नहीं. ഇവിടെ ഹവ്വ അവൻ കറക്റ്റ് ആണോ ആൻസർ പറയുന്നത്? यहाँ पे आप देखिएगा, क्या हव्वा बिल्कुल सही जवाब दे रही है? ശരിയായിട്ട് ഉത്തരമാണോ കൊടുത്തത്? हव्वा ने क्या बिल्कुल सही उत्तर दिया परमेश्वर शैतान को? ഒന്നുകൂടെ വാക്യം നമുക്ക് നോക്കാം. एक बार और हम देखते हैं. തോട്ടത്തിന് നടുവിലെ വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്, जो वृक्ष वाटिका के बीच में है उसके फल को तू मत खाना, തൊടുകയും അരുത്. उसको छूना भी नहीं. ഒരു കാര്യം കൂടെ അതിന്റെ കൂടെ ആഡ് ചെയ്തു. उसने अपनी तरफ से भी एक बात जोड़कर कह दी. അവൻ ദൈവം തുടരുതെന്ന് കൽപ്പിച്ചിട്ടില്ല. परमेश्वर ने नहीं छूने के बारे में नहीं कहा था. ഇന്ന് പലപ്പോഴും നമ്മളും ചെയ്തു വരുന്നത് ഇതാണ്. हम भी अक्सर ऐसा कर बैठते हैं. കേൾക്കുന്നതിനേക്കാൾ അധികപ്പെട്ട് നമ്മുടെ കയ്യിൽ നിന്നിട്ട് പലപ്പോഴും പറയാറുണ്ട്. हम जितना सुनते हैं उससे ज्यादा अपने हाथ से भी डालकर बताने में माहिर हम सब लोग. അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ചിന്തിക്കുക, അത് നമ്മളിൽ നിന്ന് വരുന്ന, അത് ദൈവത്തിൽ നിന്നുള്ള ഒരു സ്വഭാവമല്ല, അത് പിശാചിന്റെ ഒരു സ്വഭാവമാണ്. പിശാചിനാൽ പ്രേരിതമായി നാം ചെയ്യുന്ന ഒരു സ്വഭാവമാണ്. ऐसे यदि हम केवल बहुत ज्यादा जोड़कर बताने वाले लोग हैं, तो ध्यान रखिएगा, ये परमेश्वर का स्वभाव नहीं है, ये शैतान के द्वारा प्रेरित स्वभाव है. അപ്പോൾ പാപ സ്ത്രീയോട് പറയുകയാണ്,
പറയുകയാണ് तो ये जो सर्प स्त्री से कहता है നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. तुम कभी नहीं मरोगे. ഇവിടെ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? परमेश्वर ने क्या कहा था? നിങ്ങൾ ഈ വൃക്ഷഫലം കഴിച്ചാൽ यदि तुम ये फल खाओगे നിങ്ങൾ മരിക്കും. तो तुम मर जाओगे. പിശാച് പറയുകയാണ് शैतान आकर क्या कहता है? നിങ്ങൾ മരിക്കുകയില്ല നിശ്ചയം. तुम नहीं मरोगे. തിന്നുന്ന നാളിൽ जब तुम इसे खाओगे നിങ്ങളുടെ കണ്ണു തുറക്കുകയും तुम्हारी आंखें खुल जाएंगी നിങ്ങൾ നന്മതിന്മകളെ അറിയുന്നവരെ ദൈവത്തെ പോലെ ആകുകയും ചെയ്യും എന്ന് ദൈവം അറിയുന്നു എന്ന് പറഞ്ഞു. और भले बुरे का ज्ञान पाकर परमेश्वर के तुल्य हो जाओगे. ये परमेश्वर को भी पता है. ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചതെന്ന് ഭർത്താവിനും കൊടുത്തു. और जब स्त्री ने देखा कि वृक्ष का फल खाने के लिए अच्छा है, देखने में मनभाऊ है, बुद्धि देने के लिए चाहने योग्य है, उसने तोड़कर खाया और अपने पति को भी दिया. അമൻ ഇത്രയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലായല്ലോ. इतनी बात हम समझ गए होंगे. പക്ഷേ റോമാലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുന്ന സമയത്ത് लेकिन जब हम रोमियो की पत्री में आते हैं, നമ്മൾ ആദ്യം പറഞ്ഞു ആരാണ് ആദ്യം പാപം ചെയ്തത്? हमने पहले देखा किसने सबसे पहले पाप किया था? സ്ത്രീയാണ്, ഹൗവയാണ് പാപം ചെയ്തത്. स्त्री ने, हव्वा ने सबसे पहले पाप किया. റോമാലേഖനത്തിൽ നമ്മൾ എന്താ വായിച്ചത്? रोमियो की पत्री में हमने क्या देखा? ഏക മനുഷ്യനാൽ പാപവും एक मनुष्य के द्वारा पाप പാപത്താൽ മരണവും ലോകത്തിലേക്ക് വന്നു. और पाप के द्वारा मृत्यु इस संसार में आई. അവൻ ആദ്യ മനുഷ്യനായ ആദാമിലൂടെ പാപം ലോകത്തിലേക്ക് വന്നു. तो वहां लिखा है कि प्रथम मनुष्य आदम के द्वारा पाप दुनिया में आया. പാപം ചെയ്തത് ഹൗവയാണ്. पाप हव्वा ने किया था. പക്ഷേ കുറ്റം ആരോപിക്കപ്പെടുന്നത് ആര് ചെയ്തെന്നാണ്? ആദം എന്നാണ് ദൈവവചനം വിളിച്ചു പറയുന്നത്. लेकिन परमेश्वर का वचन किस पर आरोप लगाता है? आदम के ऊपर. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ऐसा क्यों लिखा है वहां पर? ആർക്കെങ്കിലും അതിന് ഉത്തരം പറയാൻ പറ്റുമോ? कोई बता सकता है? ആദമായിരുന്നു അവിടുത്തെ തോട്ടക്കാരനും കാര്യവിചാരകനും. അതുകൊണ്ട് ദൈവം ഉത്തരവാദിത്വം ഭരമേൽപ്പിച്ചിരുന്നത് ആദമിനെ ആയിരുന്നു. परमेश्वर ने वहां की जिम्मेदारी आदम को दे रखी थी. അവൻ ഈ ഹൗവ ചതിക്കപ്പെട്ടു. എന്റെ ഭാവനയിൽ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഒരു പക്ഷെ ഹൗവ കഴിച്ചിട്ട് ഭർത്താവിന് കൊടുക്കുന്ന സമയത്ത് ആദം അത് കഴിക്കാതിരിക്കുവായിരുന്നെങ്കിൽ, അത് മന ചെയ്യുവായിരുന്നെങ്കിൽ ഒരു പക്ഷെ കടക്കത്തില്ലായിരിക്കാം, പാപം പ്രവേശിക്കത്തില്ലായിരിക്കാം. और मैं अपनी कल्पना में यूं कह सकती हूँ, जब ये हव्वा खाती है और यही फल जब जाकर वो आदम को देती है, तो यदि वो उस समय नहीं खाता तो शायद पाप प्रवेश करने से बच जाता था. തെറ്റ് തിരുത്തുവാനുള്ള ഉത്തരവാദിത്വം ആദമിനുണ്ടായിരുന്നു. गलती को सुधारने की जिम्मेदारी आदम के पास थी. അതിനുള്ള അവസരവും യോഗ്യതയും ആദമിനുണ്ടായിരുന്നു. आदम के अंदर उसको सुधारने का मौका भी था और योग्यता भी थी. പക്ഷെ അത് ആദം ചെയ്തില്ല. लेकिन आदम ने अपनी जिम्मेदारी पूरी नहीं की. ആദമും അത് വാങ്ങിക്കഴിച്ചു. आदम ने भी फल लिया और खा लिया. ആമേൻ. ഇനി നമുക്ക് നോക്കാം, ആദ്യം സൃഷ്ടിക്കപ്പെട്ടത് ആരാണ്? अब हम देखेंगे सबसे पहले किसकी सृष्टि हुई थी, बनाया किसको गया था? ആദമിനെയാണ് ദൈവം സൃഷ്ടിച്ചത്. आदम को परमेश्वर ने पहले बनाया. ആമേൻ. ഉത്തരവാദിത്വം ദൈവം ആദമിനെയാണ് ഏൽപ്പിച്ചത്. जिम्मेदारी भी परमेश्वर ने आदम को सौंपी. അതുകൊണ്ടാണ് ആദം പാപം ചെയ്തു എന്ന്, ആദമിലൂടെ പാപം ലോകത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പറയുന്നത്. इसीलिए वहां लिखा है आदम के द्वारा पाप ने इस संसार में प्रवेश किया. ഒരു വാക്യം കൂടെ നമുക്ക് നോക്കാം. एक और वचन हम देखेंगे. 1 തിമോഥെയോസ് 2:13. पहला तिमुथियुस 2:13. 1 തിമോഥെയോസ് 2:13. पहला तिमुथियुस 2:13. क्योंकि आदम पहले और हवा बाद में बनाई गई. വായിച്ചോ. आदम बहकावे में न आया, परंतु स्त्री अधिक बहकावे में आकर अपराधिनी हुई. परंतु स्त्रियां यदि वह संयम के साथ विश्वास, प्रेम और पवित्र 14 വരെ മതി. ഓക്കെ. ആദം ആദ്യം നിർമ്മിക്കപ്പെട്ടു. आदम को पहले बनाया गया, പിന്നെ ഹൗവ. उसके बाद हव्वा को बनाया. ആദമല്ല, സ്ത്രീ അത്രയും വഞ്ചിക്കപ്പെട്ട ലംഘനത്തിലകപ്പെട്ടത്. लेकिन आदम नहीं, स्त्री बहकावे में आकर अपराधिनी बन गई. അവൻ ഇവിടെ നമ്മൾ കാണാൻ കഴിയുന്നു, സ്ത്രീ എന്ത് ചെയ്യാണ്? വഞ്ചിക്കപ്പെടുകയാണ് ഉണ്ടായത്. और यहाँ पे हम जब इस वचन को देखते हैं तो पता चलता है कि स्त्री के साथ धोखा हुआ था, बहकावे में आ गई थी वो. അപ്പോൾ ഹൗവ വഞ്ചിക്കപ്പെടുന്നു. ആദമാണ് അതിന് ഉത്തരവാദിയായിട്ട് ദൈവത്തിന്റെ വചനം നമ്മളോട് വിളിച്ചു പറയുന്നത്. स्त्री बहकावे में आई है, लेकिन प्रभु का वचन कहता है कि आदम उसका जिम्मेदार है. അങ്ങനെ ലോകത്തിലേക്ക്, ഈ ഭൂമിയിലേക്ക് പാപം പ്രവേശിക്കപ്പെട്ടത് ആദമിലൂടെയാണെന്നാണ് ദൈവവചനം നമ്മളോട് तो പറയുന്നത്. वचन हमें क्या बताता है कि पाप दुनिया में आदम के द्वारा प्रवेश करता है.
മനുഷ്യന്റെ കൺസെപ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ जब हम मनुष्य के विचार को देखते हैं, ഒന്ന് നൂറ്റാണ്ടിന് മുമ്പ് നമുക്കറിയാം അമേരിക്കയിലെ ചിക്കാഗോയിൽ ഭാരതത്തെ പ്രതിനിധീകരിച്ച് പ്രസംഗിച്ച ഒരു വ്യക്തിയാണ് സ്വാമി വിവേകാനന്ദൻ. स्वामी विवेकानंद जी एक ऐसे व्यक्ति थे, करीब 1 शताब्दी से पहले भारत के प्रतिनिधि होकर उन्होंने अमेरिका में संदेश दिया था, प्रचार किया था. മനുഷ്യനെ പാപി എന്ന് വിളിക്കരുതെന്ന് അദ്ദേഹം പറഞ്ഞു. उन्होंने अपने संदेश में कहा कि मनुष्य को पापी मत कहना, മനുഷ്യനെ പാപി എന്ന് വിളിക്കുന്നതാണ് പാപം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. और उन्होंने ये कहा था कि मनुष्य को पापी कहना ही पाप है. നാം ഇന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് നോക്കിയാൽ നമുക്കറിയാം പാപമെന്ന് നാം കരുതിയിരുന്ന പല കാര്യങ്ങൾക്കും പാപമല്ല എന്ന് പറഞ്ഞ് സ്വാതന്ത്ര്യമായിട്ട് അത് ചെയ്യുവാനുള്ള അനുവാദം ഇന്ന് നമുക്ക് ലോക രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിനകത്ത് നിയമം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. आज जब हम दुनिया में देखते हैं, हमारे देश में भी देखते हैं, तो जो पहले पाप माना जाता था उसमें से कितनी सारी बातों को आज पाप नहीं करार दिया गया है, उनको सही ठहरा दिया गया है. സ്തോത്രം. മനുഷ്യനെ പാപത്തെ പാപമായി കാണുവാൻ ഇഷ്ടമല്ല, പാപമെന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ല. आज मनुष्य को पसंद नहीं है कि पाप को पाप कहा जाए. എന്നാൽ ദൈവത്തിന്റെ വചനം ശക്തമായിട്ട് പറയുന്നു, लेकिन परमेश्वर का वचन बिल्कुल शक्ति के साथ कहता है, ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായിട്ട് നാം ചെയ്യുന്ന സകലതും പാപമാകുന്നു എന്ന്. परमेश्वर के वचन के खिलाफ हम जो कुछ भी करते हैं वो पाप ही होता है. അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനുഷ്യർ നല്ലവരാണ്. हम यदि मूलभूत तरीके से देखें तो मनुष्य अच्छा है. ദൈവം മനുഷ്യരെ സൃഷ്ടിച്ചതും അങ്ങനെ തന്നെയാണ്. परमेश्वर ने मनुष्य को बनाया भी अच्छा ही था. ഒന്നാമത്തെ അധ്യായം അതിന്റെ 26-27 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ കാണാൻ കഴിയും, ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യരെ സൃഷ്ടിച്ചുവെന്ന്. उत्पत्ति 1 के 26-27 में जब हम देखते हैं तो परमेश्वर के रूप में, परमेश्वर की समानता में परमेश्वर ने मनुष्य को बनाया. എന്താണ് ഈ സ്വരൂപവും സാദൃശ്യം എന്ന് പറയുന്നത്? वहां पे लिखा गया स्वरूप और समानता है क्या? എന്തായിരിക്കും സ്വരൂപവും സാദൃശ്യം എന്ന് പറയുന്നത്? कोई बता सकता है ये समानता और स्वरूप है क्या? ദൈവത്തിന്റെ രൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതാണോ അതിന്റെ അർത്ഥം? क्या उसका मतलब ये है कि परमेश्वर ही के रूप की तरह हमें बनाया गया है? നമ്മളെ പോലെ ദൈവത്തിന് കണ്ണും കയ്യും മൂക്കും ചെവിയും കൈയും എല്ലാം ഉള്ള ദൈവമാണ് നമ്മുടെ ദൈവം എന്നാണോ ആ വാക്യത്തിന്റെ അർത്ഥം? क्या ये पद हमें ये बताता है कि हमारी तरह परमेश्वर के भी नाक है, आंखें हैं, मुंह है, सब हमारी तरह वो दिखता है? കാരണം വചനത്തിനകത്ത് പല ഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, ദൈവത്തിന്റെ വലം കൈ വീര്യം പ്രവർത്തിക്കുന്നു, എന്താ പറയുന്ന കാല് ഉലയിൽ ചുട്ട എന്താ പറയുന്ന സദൃശ്യമായിരിക്കുന്നു എന്നൊക്കെ പല ഭാഗങ്ങള് നമുക്ക് കാണാനായിട്ട് കഴിയുന്നു. और हम कई जगह पर देखते भी हैं कि परमेश्वर का दाहिना हाथ पराक्रम के काम करता है और उसका जो पैर है वो पट्टी में ताया गया है. അതാണോ അതിന്റെ അർത്ഥം? क्या इसका मतलब ये है कि उसके भी हाथ, मुंह, पैर हैं? ശരിയായ അർത്ഥത്തിൽ നമ്മൾ അതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ, जब उसके हम सही अर्थ को समझते हैं, ദൈവത്തിന്റെ സ്വരൂപവും ദൈവത്തിന്റെ സാദൃശ്യം എന്ന് പറയുമ്പോൾ परमेश्वर का स्वरूप और उसकी समानता, ദൈവത്തിന്റെ ഗുണഗണങ്ങളാണ് നമ്മളിലേക്ക് ദൈവം പകർന്നു തന്നത്. उसका मतलब ये है कि परमेश्वर ने अपने गुण हमारे अंदर डाले हैं. ദൈവത്തിന്റെ വിശുദ്ധി, परमेश्वर की पवित्रता, നീതി, धार्मिकता, ദയ, दया, സ്നേഹം, प्रेम, ആദ്യ എല്ലാ ഗുണങ്ങളും പാപമില്ലാത്ത മനുഷ്യന്റെ അകത്ത് ദൈവം പകർന്നിരുന്നു. ये सारे ईश्वरीय गुण उसने पाप रहित मनुष्य में डाले. ഈ പാപം ചെയ്യുന്നതിനുള്ള മനുഷ്യൻ ഇങ്ങനെയുള്ള ഒരു മനുഷ്യനായിരുന്നു, ദൈവത്തെ പോലെ ദൈവിക സ്വഭാവത്തിന് അനുരൂപപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു. पाप करने से पहले मनुष्य बिल्कुल परमेश्वर के इन स्वभावों से, गुणों से भरा हुआ एक व्यक्ति था. പക്ഷെ പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ, लेकिन जब पाप ने प्रवेश किया, ദൈവത്തിന്റെ സ്വഭാവം മനുഷ്യൻ അകന്നു പോകുവാനായിട്ടിടയായി. परमेश्वर का वो स्वभाव मनुष्य को छोड़कर चला गया. പിശാചിന്റെ ചതി പറ്റി शैतान खुद धोखे में पड़ गया, അവൻ വീണു. वो गिरा. അന്ന് മുതലുള്ള പിശാചിന്റെ ശ്രമമാണ് മനുഷ്യരെയും കൂടെ വീഴിക്കുക എന്നുള്ളത്. और जब शैतान गिरा तो तब से उसकी कोशिश है कि मनुष्य को भी गिराए. സ്തോത്ര. അന്ന് ആദാം മുതൽ ജനിക്കുന്ന സകല മനുഷ്യരും പാപികളാണെന്നാണ് ദൈവത്തിന്റെ വചനം और വിളിക്കുന്നത്. प्रभु का वचन कहता है आदम के बाद जन्मने वाला हर मनुष्य पापी है. ജനിക്കുന്ന ഒരു കുഞ്ഞും പാപിയായിട്ടാണ് ഈ ഭൂമിയിലേക്ക് ജനിക്കുന്നതാണ് വചനം നമ്മളെ പഠിപ്പിക്കുന്നത്. वचन कहता है कि इस संसार में जन्मने वाला बच्चा भी पापी ही जन्म लेता है. ആ പാപത്തിന്റെ സ്വഭാവങ്ങളിൽ
ചെറിയ പ്രായത്തിൽ തന്നെ കുഞ്ഞുങ്ങളിലും അവനൊക്കെ നമുക്ക് പ്രകടമായിട്ട് കാണാനായിട്ട് കഴിയും. पाप के स्वभाव को बच्चों के अंदर भी हम देख सकते हैं. നമുക്കറിയാം നമ്മുടെ വീടുകളിൽ നമുക്കറിയാം ടിൻസയുടെ ചെറിയ കുഞ്ഞ് ഇപ്പോ തന്നെ കുഞ്ഞ് അവളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി കരഞ്ഞു വാശി പിടിച്ച്, അതായത് നിർബന്ധം ഒക്കെ വിശക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആവശ്യങ്ങളുള്ള സമയത്ത് കരഞ്ഞത് പ്രകടിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നമ്മുടെ ജോഹാനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ പോയി കട്ടിലിന്റെ കീഴിൽ കിടക്കുന്നു, വാശി പിടിക്കും. നമ്മൾ ആരെങ്കിലും പഠിപ്പിച്ചിട്ടാണ് കുഞ്ഞുങ്ങൾ ഇതൊക്കെ ചെയ്യുന്നത്. अब हम अपने बच्चों को देख लीजिएगा, आमेन, हमारे बीच में भी बच्चे हैं, तो ये अपनी चीजों को मनवाने के लिए रोते हैं, बिलखते हैं, चारपाई के नीचे जाके लेट जाते हैं. ये सब क्या हमने सिखाया उनको? നമ്മളൊരു കാര്യം ചില കുഞ്ഞുങ്ങളൊക്കെ ചില കാര്യങ്ങൾക്ക് വേണ്ടി വാശി പിടിക്കുന്നു, നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ അവർ വളരെ ദേഷ്യം കാണിക്കുന്നു, സാധനങ്ങൾ എറിഞ്ഞു പൊട്ടിക്കുന്നു. ഇതൊന്നും ഒരു വീടുകളിലും കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചിട്ടല്ല ഇവരൊക്കെ പഠിക്കുന്നത്. किसी बच्चे को कोई सामान लेना होता है, जब उसको नहीं मिलता है तो वहां पे हट दिखाता है, गुस्सा दिखाता है, जो चीजें सामने हाथ में आती है फेंकता है. ये सब कुछ हम उनको एक एक करके सिखाते नहीं है. സ്വാർത്ഥത ചില കുഞ്ഞുങ്ങൾ കാണാനായിട്ട്, ഷെയറിംഗ് ചെയ്യാൻ ചില കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമില്ല. कई बच्चों के अंदर स्वार्थ स्वभाव है, वो किसी से अपनी चीज बांटना नहीं पसंद करते. പഠിപ്പിച്ചിട്ടല്ല ചെയ്യുന്നത്. माता पिता ने उस बच्चे को सिखाया नहीं था कि ऐसा करना. ഞാൻ പറഞ്ഞു സാരം പാപ ലോകത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ഒരു ചെറിയ കുഞ്ഞ് ജനിച്ചു മുതൽ ആ പാപത്തിന്റെ സ്വഭാവം അവരിലൂടെ നമുക്ക് പ്രകടമായി കാണാനായിട്ട് സാധിക്കുന്നു. कहने का मतलब ये है कि जब उस बच्चे का जन्म होता है तो वो उस पाप की प्रकृति के साथ, स्वभाव के साथ उसका जन्म होता है. അങ്ങനെയാണ് പാപത്തിന്റെ സ്വഭാവം നമ്മളിലും ഇന്ന് കാണപ്പെടുന്നുണ്ട്. और इसी प्रकार इसीलिए पाप का ये स्वभाव हमारे अंदर भी दिखाई देता है. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പല കാര്യങ്ങളും സ്തോത്രം നമുക്ക് പോലും തിരിച്ചറിയത്തില്ല പാപമാണോ എന്നുള്ളത്. हम जो भी हम बातें करते हैं कई बार हमें भी नहीं लगता है कि मैं जो कर रहा हूं वो पाप है या नहीं है. ഓക്കെ, നമുക്ക് അങ്ങനെ കാണാനായിട്ട് ദൈവജനത്തിൽ ഇങ്ങനെ കാണാൻ പാപത്തിന്റെ പ്രവേശനത്തെ കുറിച്ച് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. तो इस प्रकार हम देख सकते हैं कि कैसे पाप ने प्रवेश किया. നമുക്കിനി പാപത്തിന്റെ ദൈവത്തിന്റെ വചനത്തിനകത്ത് പരിഹാരം പറഞ്ഞിട്ടുണ്ട്. പാപം പ്രവേശിച്ചു, പക്ഷെ പാപത്തിന്റെ പരിഹാരവും ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നുണ്ട്. पाप ने प्रवेश कर लिया, लेकिन इस पाप का समाधान भी परमेश्वर का वचन हमें बताता है. ജസ്റ്റ് പാപം ചെയ്തു, മനുഷ്യൻ പാപിയായി തീർന്നു, അവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി എന്നതുകൊണ്ട് വചനം തീരുന്നില്ല. पाप आ गया, अदन की वाटिका से आदम को बाहर निकाल दिया, इतना कहकर वचन वहीं पर समाप्त नहीं होता है. ആ പാപത്തിൽ വീണുപോയ മനുഷ്യൻ നമ്മളെ പഠിപ്പിക്കുക ചെയ്യുന്നത്. आए हुए पाप में से छुटकारा देने के लिए एक उद्धारकर्ता भी है, उसके बारे में भी वचन बताता है. എല്ലാ മതങ്ങളും മനുഷ്യൻ പാപിയാണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. सभी धर्म सिखाते हैं कि मनुष्य पापी है. എന്നാൽ ദൈവത്തിന്റെ വചനം ബൈബിൾ മാത്രമാണ് പാപത്തിന് പരിഹാരം തരുവാൻ യഥാർത്ഥമായിട്ട് കഴിയും, അതിനൊരു സ്തോത്ര വീണ്ടെടുപ്പുകാരനുണ്ട് എന്നുള്ള കാര്യം കൂടി നിർദ്ദേശിക്കുന്നത്. लेकिन केवल बाइबिल ही इस एक ऐसा समाधान बताती है कि पाप में से छुटकारा पाने के लिए एक उपाय कर लिया गया है, उद्धार करता है हमारे लिए. അതാണ് യേശു കർത്താവ്. और उसका नाम है यीशु मसीह. നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ പാപത്തിന്റെ പ്രവേശനം ആരംഭിച്ചെങ്കിൽ उत्पत्ति की किताब में जब पाप ने प्रवेश किया, മനുഷ്യന്റെ പാപത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുത്ത് ദൈവത്തോട് അടുപ്പിക്കുവാനുള്ള പദ്ധതിയും ദൈവം അവിടെ തന്നെ ആരംഭിച്ചിരുന്നു. तो वहीं पर मनुष्य को पाप में से छुड़ाने की योजना भी परमेश्वर ने वहीं पर बना ली थी. അത് കാൽവരി ക്രൂശിലാണ് നിവർത്തീകരിക്കപ്പെട്ടത്. और उसका पूर्तिकरण कहाँ पे हुआ? कलवरी क्रूस पर. യേശു ക്രിസ്തുവിലൂടെയാണ് നിവർത്തീകരിക്കപ്പെട്ടത്. यीशु मसीह में वो कार्य पूरा किया गया. അതിനു മുമ്പ് പ്രവാചകന്മാരും പുരോഹിതന്മാരും യാഗങ്ങളും ഒക്കെ ദൈവം ഭൂമിയിൽ ഉണ്ടാക്കി. उससे पहले परमेश्वर ने भविष्यद्वक्ताओं को, बलिदानों को इत्यादि कई सारे उपाय मनुष्य के लिए तैयार करके दिए. യാതൊന്നിനും മനുഷ്യനെ പാപത്തിന്റെ പരിഹാരത്തിൽ നിന്ന് പൂർണ്ണമായി വിമുക്തനാക്കുവാൻ കഴിഞ്ഞില്ല. लेकिन वो कुछ भी मनुष्य को पाप से अलग या मुक्त नहीं कर पाया. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മളോട് പറയുന്നു, സ്തോത്രം, ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു യേശു ക്രിസ്തുവാണ് നമ്മുടെ പാപത്തിന്റെ പരിഹാരകനായിട്ട് വീണ്ടെടുപ്പുകാരനായിട്ട് നമുക്ക് വേണ്ടി വന്നതെന്ന്. लेकिन हम परमेश्वर के वचन में देख सकते हैं कि पाप में से छुटकारा देने के लिए यीशु मसीह हम सब के लिए जगत में आया.
ലോകത്തിന്റെ കൺസെപ്റ്റും ദൈവവചനത്തിന്റെ കൺസെപ്റ്റും വ്യത്യസ്തമാണ്. पाप के बारे में, उसके मुक्तिदाता के बारे में संसार का विचार परमेश्वर के वचन के विचार के समान नहीं है. ഗിരിപ്രഭാഷണം അതിനൊരു ഉദാഹരണമാണ്. यीशु मसीह का पहाड़ी उपदेश इसका अच्छा उदाहरण है. അവിടെ പറയുന്നുണ്ട്, സ്തോത്രം, ഒരുവനെ നിങ്ങൾ മൂഢനെന്ന് വിളിച്ചാൽ അവൻ അഗ്നി നരകത്തിന് യോഗ്യനാകുമെന്ന് നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. वहां पे लिखा हुआ है कि यदि आप किसी को मूर्ख कहते हैं तो अग्नि के नरक की अग्नि के भागीदार हो जाते हैं. സ്തോത്രം, ഒരു കൊലപാതകം ചെയ്യുമ്പോഴാണ് അവനെ കൊലപാതകി എന്ന് ലോകം വിളിക്കുന്നത്. जब कोई व्यक्ति हत्या करता है तभी उसको दुनिया हत्यारा कहती है. ഒരു വ്യക്തി മോഷണം ചെയ്യുമ്പോഴാണ് അവനെ മോഷ്ടാവെന്ന് വിളിക്കുന്നത്. जब कोई चोरी करता है तब उसे चोर कहा जाता है. പക്ഷെ ഒന്നുകൂടെ നമ്മുടെ ഭയത്തോടു കൂടി നമ്മൾ കേൾക്കേണ്ട ഒരു കാര്യമുണ്ട്. लेकिन डर के साथ एक बात हमें आज सुननी है. നമ്മൾ ഒരാളെ കൊല്ലേണ്ട കാര്യമില്ല. आज किसी की हत्या करने की जरूरत नहीं है. നമ്മൾ കൊലപാതകരാകാൻ. बिना हत्या किए भी हम हत्यारे बन सकते हैं. ഇതിനകത്ത് ഇന്ന് ആരെങ്കിലും കൊലപാതകം ചെയ്തിട്ട് വന്നിട്ടിരിപ്പുണ്ടോ? आज यहाँ पर कोई ऐसा आया है जो हत्या कर आकर बैठा है? ആരെങ്കിലും മോഷണം ചെയ്തിട്ട് വന്നിട്ടുള്ളവരുണ്ടോ? कोई है यहाँ पर जो चोरी करके आके बैठा है? പക്ഷെ വചനം നമ്മൾ ആഴത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ കൊലപാതകളും മോഷണം ചെയ്യുന്നവരൊക്കെ തീരാറുണ്ട്. लेकिन यदि वचन को हम सही तरीके से सीखें तो हम में से कितने ही लोग हत्यारे बनकर, चोर बनकर आकर बैठते हैं. അങ്ങനെ നമുക്ക് പെട്ടെന്ന് അതുകൂടെ ഒന്ന് നോക്കിയിട്ട് പോകാം. हम उसके बारे में भी जल्दी से देखकर आगे चलते हैं. 5-ാം അധ്യായം, മത്തായി സുവിശേഷം 5-ാം അധ്യായം 21-ാമത്തെ വാക്യം. मती 5 का 21वां पद. കൊല ചെയ്യരുതെന്ന് ആരെങ്കിലും കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകുമെന്നും പൂർവന്മാരോട് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. आपने सुना है कि पूर्व काल में हुआ करता था हत्या न करना, और जो कोई हत्या करेगा वो कचहरी में दंड के योग्य होगा. എന്നാൽ ഞാനോ നിങ്ങളോട് പറയുന്നു. लेकिन मैं तुमसे कहता हूँ, ശ്രദ്ധിച്ച് കേൾക്കണേ, ध्यान से सुनिएगा, സഹോദരനോട് കോപിക്കുന്നവൻ जो अपने भाई पर क्रोध करता है ന്യായവിധിക്ക് യോഗ്യനാകും. वो कचहरी के दंड का योग्य होगा. ഇനി സഹോദരനെ നിസാര എന്ന് പറഞ്ഞാലോ, यदि कोई अपने भाई को निकम्मा कहता है, നമ്മൾ പറയാറില്ലേ ഒരു കഴിവില്ലാത്തവൻ, हम कितनी बार कह देते हैं निकम्मा कहीं का, പോടാ മണ്ട, അല്ല പൊടി മണ്ടി എന്നൊക്കെ നമ്മൾ വിളിക്കാറില്ലേ? बेवकूफ कहीं का, जाना है ना, बोलते रहते हैं. അവരെ എന്താ പറയുന്നത് അറിയാമോ? उनको बाइबिल क्या कह रही है? അവരും ന്യായാധിപ സഭയുടെ മുൻപാകെ നിൽക്കേണ്ടി വരും. ऐसों को भी न्याय के लिए, दंड के लिए खड़ा रहना पड़ेगा. ആമേൻ, സ്തോത്രം, ആമേൻ. അവരെയാണ് അത് കൊലപാതകം ചെയ്യുന്നത് തുല്യമാണെന്നാണ് വചനം നമ്മളോട് പറയുന്നത്. वचन कहता है कि उन्होंने केवल इतनी बात कही लेकिन वो हत्यारे के समान है. ആമേൻ. അത് കഴിഞ്ഞിട്ട് നമുക്ക് മുമ്പോട്ട് വരുമ്പോൾ കാണാൻ കഴിയുന്നു, हम आगे हम पढ़ सकते हैं. വ്യഭിചാരം ചെയ്തെന്ന് അരുളി ചെയ്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. आपने सुना है कि व्यभिचार न करना. ഇവിടെ ഇരിക്കുന്ന ആരും ചെയ്യാറില്ല. यहाँ पर बैठा हुआ कोई भी व्यभिचार नहीं करता है. വചനം പറയുന്നു, वचन कहता है സ്ത്രീയെ മോഹിക്കേണ്ടതിന് किसी स्त्री पर कुदृष्टि डालते हुए, അവളെ നോക്കുന്നവനെല്ലാം ഹൃദയം കൊണ്ട് അവളോട് വ്യഭിചാരം ചെയ്തു और പോയി. कोई भी उसी गलत नजर से किसी स्त्री को देखता है तो वो व्यभिचार कर चुका. സീരിയസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ട, മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ് ഇതൊക്കെ. ये कुछ ऐसी बातें हैं जो हमें गंभीर तरीके से लेनी है. പഴയ നിയമത്തിൽ മോശയ്ക്ക് ദൈവം ന്യായപ്രമാണം ചെയ്യുമ്പോൾ അത് പ്രവർത്തികളിലൂടെ തെളിഞ്ഞാൽ മാത്രം അത് പാപമെന്ന്, കൊലപാതകമെന്ന്, മോഷണമെന്ന്, വ്യഭിചാരമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, पुराने नियम में जब मूसा के द्वारा नियम आया था तो वहां पर एक व्यक्ति जब उस कार्य को कर लेता है तभी उसे हत्यारा, चोर, व्यभिचारी कहा जाता था. പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു പഠിപ്പിക്കുന്നത് लेकिन नए नियम में यीशु मसीह क्या सिखाते हैं? ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മനോഭാവമാണ് പാപത്തിന് കാരണമായി തീരുന്നത്. करने की जरूरत नहीं है, हमारा मनोभाव, हमारी सोच काफी है, हम वो गलती कर लेते हैं. ചെയ്യുന്നത് പിന്നത്തെ കാര്യം, उसको करना तो बाद की बात है. ഇത് മൈൻഡിൽ വന്നാൽ തന്നെ നാം പാപം ചെയ്തു പോയി എന്നാണ് ദൈവവചനം പറയുന്നത്. वचन कहता है उसको करने का यदि विचार भी मन में आ गया तो हम वो काम कर चुके.
ആമേൻ സ്തോത്രം. ഇന്ന് രാത്രികാലം ഞാൻ അത് അവസാനിപ്പിക്കാനായിട്ട് ഞാൻ പോകുന്ന ഈ ഭാഗം आज रात को ये कहकर मैं समाप्त करना चाहती हूँ। നമ്മൾ വളരെ വളരെ ശ്രദ്ധയോടുകൂടി നമ്മുടെ ദൈനംദിന ജീവിതത്തിനകത്ത് ഇതൊക്കെ നമ്മൾ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യേണ്ട കാര്യമാണ്. एक ऐसी बातें हैं ये जो हमें हमेशा हमारी जिंदगी में गंभीरता से इसके बारे में सोचकर इन्हें लेना है। ദൈവത്തോട് കൂടെ വസിക്കുവാൻ, അവൻ ദൈവിക സ്വഭാവത്തിൽ വസിക്കുവാൻ സൃഷ്ടിച്ചുണ്ടാക്കിയ മനുഷ്യന്റെ അകത്തേക്ക് പാപം പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ മാനവജാതി മുഴുവൻ പാപത്തിന് അടിമകളായി തീരുവാനായിട്ടിടയായി. परमेश्वर के स्वरूप में बनाए गए मनुष्य के अंदर जब पाप ने प्रवेश कर दिया तो उसके द्वारा पूरी मानव जाति पाप के अधीन हो गई। അവൻ ഈ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാനാണ് യേശു കർത്താവ് നമുക്ക് വേണ്ടി ആമേൻ സ്തോത്രം ക്രൂശിക്കപ്പെടുവാനായിട്ട് ഈ ലോകത്തിലേക്ക് വരുവാനായിട്ട് ഇടയായി. लेकिन इसी पाप से छुड़ाने के लिए यीशु मसीह धरती पर हमारे लिए उतर आया। ഇവിടെ ഇരിക്കുന്ന മിക്കവാറും പ്രിയപ്പെട്ടവരും യേശു കർത്താവിന്റെ രക്ഷിതാവും കർത്താവുമായിട്ട് സ്വീകരിച്ചവരാണ്. यहाँ पर बैठे हुए हर व्यक्ति ने यीशु मसीह को अपना मुक्तिदाता मान लिया है। പക്ഷെ ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിനകത്ത് പാപം പ്രവേശിക്കുന്നുണ്ടോ, കടന്നു വരുന്നുണ്ടോ എന്ന് നാം ശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. लेकिन फिर भी हमें जांचने की जरूरत है कि क्या हमारे हर दिन की जिंदगी में पाप अभी भी आता जाता रहता है। പാപം മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുന്നതാണ്. पाप मनुष्य को परमेश्वर से अलग कर देता है। അതിനൊരു ഉദാഹരണം നമുക്ക് ഏദെൻ തോട്ടത്തിൽ തന്നെ കാണാനായിട്ട് और സാധിക്കുന്നുണ്ട്. उसका उदाहरण हमने अदन की वाटिका में ही देखा। എല്ലാ ദിവസവും അവൻ ആദമിന്റെ ഹവ്വയുടെ അടുക്കൽ ദൈവം വരാറുണ്ടായിരുന്നു. हर दिन परमेश्वर आदम और हव्वा के पास में शाम को आया करता था। അവൻ അന്ന് പാപം ചെയ്ത ദിവസം മനുഷ്യൻ ഒളിച്ചിരുന്നു. लेकिन जिस दिन आदम ने और हव्वा ने पाप किया वो छिप गए। ഇന്നും അത് എന്തുകൊണ്ടാണ് ഒളിച്ചിരിക്കുവാൻ, ദൂരേക്ക് മാറിപ്പോകുവാനുള്ള ഒരു ടെൻഡൻസി ആ മനുഷ്യന്റെ അടുക്കിലേക്ക് അകത്തേക്ക് കടന്നു വന്നത്? मनुष्य के अंदर छिपने की या दूर जाने की इच्छा कैसे उत्पन्न हुई? സ്വാഭാവികമായി പാപം പ്രവേശിച്ചാൽ മനുഷ്യനുണ്ടാകുന്ന ആദ്യത്തെ പ്രവണതയാണ് ദൈവത്തിൽ നിന്ന് നാം അകന്നു പോകുക എന്നുള്ളത്. ध्यान से सुनिएगा, ये स्वाभाविक है। पाप करते ही सबसे पहला काम यही होता है कि हम परमेश्वर से अलग हो जाते हैं। ഇന്ന് ഏതെങ്കിലും ജീവിതത്തിന്റെ ഏതെങ്കിലും വേളകളിൽ, ഏതെങ്കിലും ഇടങ്ങളിൽ, ഏതെങ്കിലും തലങ്ങളിൽ അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവങ്ങൾ നമ്മളിൽ ഉണ്ടെങ്കിൽ നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു, അവൻ പാപത്തിന് നമ്മുടെ മേൽ സ്വാധീനമുണ്ടോ എന്ന്. आज यदि किसी भी तरीके में कहीं पर भी पाप से, परमेश्वर से अलग होने का कोई भी भाव और कार्य यदि हम में बना हुआ है, हमें उसके बारे में सोचना जरूरी है। ആമേൻ സ്തോത്രം. നമ്മള് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ട് ചിന്തിച്ചത്. दो बातें आज हमने सीखी। അവൻ ഏറ്റവും പാപത്തിന്റെ ആരംഭത്തെ, പ്രപഞ്ചത്തിലെ പാപത്തിന്റെ ആരംഭത്തെ കുറിച്ച് നാം ആദ്യം പഠിച്ചു. पहले हमने देखा कि पाप इस पूरे ब्रह्मांड के अंदर, पूरे यूनिवर्स के अंदर कैसे प्रवेश करता है। അത് ദൈവത്തിന്റെ ദൂതനായിരുന്ന ലൂസിഫറിലൂടെ അവൻ ലോകത്തിലേക്ക് പ്രവേശിച്ചത്. वो कैसे प्रवेश करता है? परमेश्वर के स्वर्गदूत लूसीफर के द्वारा प्रवेश करता है। രണ്ടാമത് പാപം ഭൂമിയിൽ മനുഷ്യരിൽ എങ്ങനെയാണ് പ്രവേശിച്ചത്? और दूसरा हमने देखा कि धरती पर पाप कैसे शुरू हुआ। ദൈവത്തിന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരിലൂടെ, അവൻ ആദമിലൂടെ ഹവ്വയിലൂടെയാണ് ഈ പാപം ഭൂമിയിലേക്ക് പ്രവേശിച്ചത്. परमेश्वर के हाथों के द्वारा रचे गए आदम और हव्वा के द्वारा इस पाप ने इस धरती पर प्रवेश किया। അവൻ പാപത്തിന്റെ പരിഹാരത്തെ പറ്റിയാണ് അടുത്ത ദിവസം നമ്മൾ പഠിക്കാനായിട്ട് और പോകുന്നത്. इसके बाद में हम देखेंगे कि पाप का इलाज क्या है, समाधान क्या है। നമ്മൾ ഈ രാത്രികാലം എവിടെയെങ്കിലും നമ്മുടെ ജീവിതത്തിന്റെ കോണുകളിൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന അനുഭവങ്ങൾ, പാപത്തിന്റെ സ്വഭാവങ്ങൾ, ചിന്തകൾ ഉണ്ടെങ്കിൽ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. പാപത്തിന് പരിഹാരം തരുവാൻ നമ്മുടെ കർത്താവിലൂടെ നമുക്ക് സാധ്യമാണ്. यदि हमारे अंदर कोई भी ऐसे विचार या कार्य हैं जो पाप के कारण हो रहे हैं, तो हम प्रभु के हाथों में समर्पित करें और वो हमें अवश्य उसमें से छुड़ाने को तैयार है। അവൻ ഈ വചനങ്ങളാൽ നമ്മളെ സഹായിക്കുമാറാകട്ടെ. इन्हीं वचनों के द्वारा प्रभु हम सबों को आशीष दे। आमेन, आमेन, आमेन। एक छोटी सी प्रार्थना करके हम हमारी आज की बाइबल स्टडी को समाप्त कर रहे हैं। और प्रार्थना करने से पहले मैं आपको ये याद दिला दूं, जितने भी हम वर्शिप वाले लोग हैं और जो भी गीत गाने के लिए आगे आना चाहता है, वर्शिप के लिए आना चाहता है, वो 10 मिनट के लिए रुकिएगा। बाकी सब लोग इस प्रार्थना के बाद में निकल सकते हैं। ओके, और या हम प्रार्थना में चलेंगे और मैं चाहूंगा हमारे बीच में जाबेश है, जाबेश प्रार्थना में अगुवाई करेगा।
धन्यवाद धन्यवाद स्वर्गीय परमेश्वर, स्मशाह सुंदर समय स्मशाह आपने आपके वचनों से सीखने के लिए अपने सहायता किया, स्मशाह अपने प्रभु दास और उन दासी को यूज किया, हमको सिखाने के लिए सहायता किया, इसके लिए धन्यवाद करते हैं स्मशाह। ये जो भी वचन हमने सीखे इसमें जिंदगी भर स्मशाह हमारे लिए फलदायक रहे स्मशाह, और आगे के हमारे जिंदगी में स्मशाह दूसरों को बताने से लेके स्मशाह हर एक हमारी छोटे छोटे चीजों में स्मशाह हमारे लिए फलदायक रहे स्मशाह, उपयोग आए, इसके लिए धन्यवाद करता है स्मशाह। अभी हम अपने कार्यों से लौट रहे स्मशाह, आपकी सुरक्षा में साथ बनाए रहे, इसके लिए धन्यवाद करता हूँ। हम एक एक को आपके हाथों में सौंपते हुए प्रार्थना करता हूँ। जो हमारे साथ जुड़ा है उन सबके लिए प्रार्थना करता हूँ। जो जुड़ नहीं पाया कार्य काम की वजह से उनको भी आपके हाथों में सौंपते हुए प्रार्थना करता हूँ। पूरी कलीसिया को आपके हाथों में सौंपते हुए प्रार्थना करता हूँ, यीशु के नाम से आमीन। आमेन आमेन आमेन। सबको जय मसीह की, जय मसीह की। और सबसे मेरा अनुरोध है, खासतौर पे जो यूथ्स हैं, आप सब लोग कृपया हर मंगलवार को ठीक 8:30 बजे, है ना, ठीक 8:30 बजे, आज सब लोग जुड़कर शुरू किया, तब तक 8:39:40 हो गया था, तो कृपया इतना इंतजार मत करिएगा, आप 8:30 बजे जुड़ जाइएगा। ओके। और अब जब जुड़ रहे हैं तो मैंने बोला था कि अभी हमें आटा बचाना, सॉरी आटा नहीं, डाटा बचाना है। अपना डाटा शाम के लिए बचाकर रखिएगा, क्योंकि हर ग्रुप हर दिन शाम को प्रार्थना के लिए जुड़ता रहता है, तो आप ये बात ध्यान में रखिएगा। ओके। तो मैं चाहता हूं, यदि आप वर्शिप के भाग नहीं है, वर्शिप में आप भाग नहीं लेना चाहते हैं, तब आप धीरे से आप लीव कर सकते हैं, पता भी नहीं चलेगा, आप लीव कर सकते हैं। प्रभु आपको आशीष देने पाए। ओके। तो जब तक लोग लीव कर रहे हैं या क्लीव हो रहे हैं, शायद कुछ लोग जुड़ भी जाए, मुझे पता नहीं। रिकॉर्डिंग ऑन तो है, ऑफ कर दीजिए। ओके। ठीक है, शिंसी आ गई है, निंसी आ गई है, प्रिंस है यहाँ पर। ओके प्रिंस, यू वांट टू बी द पार्ट ऑफ वर्शिप? हाँ ओके, बस। वेरी गुड, बहुत बढ़िया, वेरी गुड, बहुत अच्छा। सुनीता माँ आ गई है। जितेंद्र भाई, आप भी वर्शिप का भाग बनना चाहते हैं? जी बन सकते हैं, प्रभु की इच्छा होगी तो। ओके, ठीक है, कोई दिक्कत नहीं है, कोई दिक्कत नहीं है। सबको सबको हम मौका देना चाहेंगे, है ना। और ठीक है, टॉमसन, यू वांट टू बी ऑन द वर्शिप, है ना? जी पास्टर जी। ओके, वेरी गुड, वेरी गुड। और निमिषा के वहां से सिर्फ निमिषा या प्रेस भी आना चाहती है? मैं पास्टर। ओके 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 ओके, प्रेस को बोलना, उसका नाम प्रेस है, तो प्रेस एंड वर्शिप। आई एम सॉरी, मैं रिकॉर्डिंग क्लोज कर रहा हूँ। थैंक यू पास्टर।